സാർ, അത് എന്റെ ബാഗാ. കുഞ്ഞോളെ, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം. എന്താ? പെട്ടെന്ന് കാര്യം പറ. നിങ്ങള് എന്റെ മോള് തന്ന സ്വർണം അതല്ലേ ഞാൻ നിങ്ങളെ കാണിച്ചത്. ഇടിയതല്ല. നിന്റെ കയ്യിരിക്കുന്ന സ്വർണത്തിൽ നിന്ന് ഒരു സ്വർണമാല എടുത്ത് നമ്മുടെ ബാഗിൽ വെക്കി. നിങ്ങൾ എന്തായി പറയുന്നത്? ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. ശ്രേയ ഇതെന്നെ ഏൽപ്പിച്ചതേ വിശ്വാസത്തിന്റെ പേരിലാ ഏൽപ്പിച്ചത്. വിശ്വാസവഞ്ചന കാണിക്കാൻ പറ്റില്ല. വിശ്വാസവഞ്ചന മണ്ണാൻ കട്ട. ഇതിലും മാല എടുത്താ നമ്മൾ പിടിക്കപ്പെടും മനുഷ്യ. എങ്ങനെ പിടിക്കപ്പെടാനാ? എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. നീ ഞാൻ പറയുന്ന പോലെ ചെയ്താ മതി. എനിക്ക് പറ്റില്ല, പേടിയാവുന്നു. നീ പറഞ്ഞ പോലെ പിടിക്കപ്പെട്ടാലും ആരും നമ്മളെ സംശയിക്കില്ല. കാരണം കട്ടത് ചാരുവല്ലേ. അവള് 2 എണ്ണം എടുത്ത് അതിലൊരെണ്ണം വേറെ എവിടെയോ മാറ്റിവെച്ചു. അങ്ങനെയേ എല്ലാരും വിചാരിക്കും. ഞാൻ പറയുന്ന പോലെ ചെയ്താ മതി. നടക്ക്, വാ. പിന്നെ ഞാൻ മുന്നേ പോവാം, നീ പിന്നാലെ വന്നാ മതി. ചെല്ലടി അങ്ങോട്ട് പോവാൻ. മേഡം സൂക്ഷിക്കണം എന്ന് പറഞ്ഞു കൊടുത്ത സ്വർണം ഇവര് മാറ്റിവെക്കുന്ന ഞാൻ കണ്ടതാ. വാവ്, അടിപൊളി, സൂപ്പർ. രണ്ടും കൂടെ സ്വർണ്ണം എടുത്ത് എന്റെ ചാരുവിന്റെ ബാഗിൽ വെച്ചിട്ട് അവളെ കളിയാക്കാൻ നോക്കിയല്ലേ? മറുപടി പറയണോ? പറയാൻ. അവൻ എന്ത് പറയാനാ മോനെ? അവരുടെ ബാഗിൽ സ്വർണം കൊണ്ടുവച്ചത് ചാരു മോളാണെന്ന് തിരിച്ചും പറയും. ഇവനൊക്കെ ഈ ഭൂമിക്ക് തന്നെ നാശം വിതയ്ക്കാൻ ജനിച്ചവനാ, റാസ്കൽ. അച്ഛാ, ഇത് ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എന്റെ ഭാര്യയെ കളിയാക്കാൻ നോക്കിയല്ലേ? സർ, മോഷണം ആരോപിച്ച് എന്റെ ഭാര്യയെ അപമാനിച്ചത് ചീഫ് എഞ്ചിനീയർക്കെതിരെ ഞാൻ പരാതി തരാം. നീ എന്തൊക്കെയാ പറയുന്നേ? ഒരു സാധനം കാണാതെ പോയാൽ അത് സംശയിക്കുന്നത് സ്വാഭാവികമാണ്. നിന്റെ ഭാര്യ അല്ലാതെ ചെയ്തെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. പിന്നെ നീ എന്തിനാ ഇങ്ങനെ കിടന്നു